നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതാ നല്ലത്. ജയന്തിയുടെ വീട് പുതുക്കി പണിയാൻ നമ്മൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് 2 ലക്ഷം രൂപ, നിനക്ക് 2 ലക്ഷം രൂപ, ജയന്തിക്ക് 2 ലക്ഷം രൂപ, സൗസൗന് 2 ലക്ഷം രൂപ, ടോട്ടൽ 8 ലക്ഷം കിട്ടും. ബാക്കി 2 ലക്ഷം രൂപ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങാം. കിട്ടില്ല. കിട്ടില്ലേ? എന്തുകൊണ്ട് കിട്ടില്ല? അന്ന് PKR സാർ പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ലേബർ ഫണ്ടിൽ നിന്ന് മാസം ഒരാൾക്കേ ലോൺ കൊടുക്കുള്ളൂ. നിങ്ങൾ 4 പേരും ചോദിച്ചാലും ആർക്കെങ്കിലും ഒരാൾക്കേ PKR സാർ ലോൺ തരുള്ളൂ. ശരിയാ, സാറത് വ്യക്തമായിട്ട് പറഞ്ഞത്. എനിക്കത് ഇപ്പോഴാ ഓർമ്മ വന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്താടാ ചെയ്യുക? ഒരു വഴിയുണ്ട്, നിങ്ങൾ വാ. നിങ്ങളിത് എവിടെയായിരുന്നു? കാശ് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നിട്ട് റെഡിയായോ? ഇല്ലടി. ഇനി എന്ത് ചെയ്യും? എല്ലാവരും ഒന്നിങ്ങോട്ട് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പാറു നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടും ഉണ്ടാവും. കുറച്ചു കാലമായി ഇവൾക്കും ഇവളുടെ കുടുംബത്തിനും വലിയ കഷ്ടകാലമാണ്. ചേച്ചിയുടെ കല്യാണം മുടങ്ങി, വീടും കുറെ സ്ഥലവും കടക്കാരുടെ കയ്യിലായി. കുറച്ച് ഭൂമിയാണ് ബാക്കിയുള്ളത്, അതും പണയത്തിലാ. മൂന്ന് ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ആ ഭൂമി നഷ്ടപ്പെടും. കാശുണ്ടാക്കാൻ ഇവളും ഞങ്ങളും ഒക്കെ കുറെ ശ്രമിച്ചു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. ഇവളെ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ച. നമ്മളെല്ലാവരും എത്ര ഒത്തുപിടിച്ചാലും 10 ലക്ഷം പോയിട്ട് അതിന്റെ 10-1 പോലും ഉണ്ടാക്കാൻ പറ്റില്ല ജയന്തി. എന്റെ കുഞ്ഞിന്റെ ഓപ്പറേഷന് 40,000 രൂപ ഉണ്ടാക്കാൻ ഞാൻ ഓടിയ ഓട്ടം എനിക്ക് മാത്രമേ അറിയൂ. ഒരിടത്തു നിന്നും കിട്ടിയില്ല. അവസാനം ഞാൻ കരയുന്നത് കണ്ട് പ്രിയനെ എന്നെ സഹായിച്ചത്. ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കൊടുത്തത്. സാവിത്രി ചേച്ചി ഇപ്പോഴും അത് കുറച്ചു കുറച്ചായിട്ട് തിരിച്ചടച്ചുകൊണ്ടിരിക്കുക. അയാളെ ഞാൻ വിളിച്ചിരുന്നു. അയാളിപ്പോ പലിശ പരിപാടിയൊക്കെ നിർത്തിയിരിക്കുക. വലിയ തുക കൊടുത്ത് സഹായിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. പലതുള്ളി പെരുവെള്ളം എന്നല്ലേ, ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കുക. കടമിട്ട് മതി, പാറു തിരിച്ചു തരും. ഇതാ, ഇതെന്റെ വക. അയ്യോ ജയന്തി ചേച്ചി വേണ്ട. ഇത് വാങ്ങാൻ ജയന്തി ചേച്ചി ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ കഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്ന് ഇങ്ങനൊരു ഉപകാരം ഉണ്ടായില്ലേ? ഇന്നാ പിടിക്കേ. ഇല്ല, ഞാനിത് വാങ്ങില്ല. നിന്നോടിത് വാങ്ങാനാ പറഞ്ഞത്. നീ എന്നെ സ്വന്തം ചേച്ചിയെ പോലെയല്ലേ കാണുന്നത്? നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയല്ലേ? സന്തോഷത്തോടെ തരുമ്പോ വാങ്ങുക വേണ്ടത്. ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എനിക്കിങ്ങനെ നിന്നെ സഹായിക്കാൻ കഴിയൂ. ചേട്ടാ, ഇത് എന്റെ വക. ജയന്തിയുടെ ഐഡിയ എന്തായാലും സക്സസ് ആയി. പൊന്നു കൊടുത്ത് സഹായിച്ചവരോട് ഒരു ചോദ്യം: പണയം വെക്കാനാണോ കൊടുത്തത്, അതോ വിൽക്കാൻ എതിർപ്പുണ്ടോ? വിറ്റാൽ നല്ല എമൗണ്ട് കിട്ടും, പണയം വെച്ചാ അത്രയും കിട്ടില്ല. അതുകൊണ്ടാ ചോദിച്ചത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. ഞാനിത് പാറുവിന് കൊടുത്തതാ, തിരിച്ചു തരണ്ട. എനിക്ക് തിരിച്ചു തരണ്ട. പാറുവിന്റെ ആവശ്യം നടക്കട്ടെ, എനിക്ക് വേണ്ട. എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ സഹായിച്ചാ മതി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിൽ എല്ലാവരും സഹായിച്ചു. ഇനി അടുത്ത ബ്ലോക്കിൽ പോവാം.
അവിടെയുള്ളവരും ഇതുപോലെ സഹായിച്ച ഇന്ന് തന്നെ വലിയൊരു തുക കയ്യിൽ വരും. കിട്ടി. ആ സാർ എന്തായി കാണിക്കുന്നത്? പിച്ച കൊടുത്തതാ. ഇവളിവിടെ പിച്ച എടുത്തോണ്ടിരിക്കല്ലേ? എല്ലാവരും പിച്ച കൊടുക്കുമ്പോ ഞാനും കൊടുക്കണ്ടേ? ₹1 നാണയാ ഞാൻ കൊടുത്തേ. അതിലെനിക്ക് നല്ല മനപ്രയാസമുണ്ട്. കുറഞ്ഞു പോയൊന്നല്ല, അത്രയും കൊടുക്കണ്ടില്ലായിരുന്നു ഓർത്ത്. അന്തസ്സുള്ള പിച്ചക്കാർക്കല്ലേ ₹1 കൊടുക്കണത്. ഇവൾക്ക് 4 8 കൊടുത്താ മതി, പക്ഷെ ചില്ലറയില്ല. സാരമില്ല, അത് നീ വെച്ചോ. പക്ഷെ അതിന്റെ നന്ദി ഉണ്ടാവണം, നന്ദി. സാർ, എന്തേ കുറഞ്ഞു പോയി തോന്നിയോ? ഇതും വിരിച്ച് വല്ല ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ പോയിരിക്കും, നല്ല കാശ് കിട്ടും. നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണേ? എന്നെ നോക്കി പേടിപ്പിക്കാണോ? എന്താ ഇത് വേണ്ടേ? എന്റെ കാശും വേണ്ടേ? വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്തോളാം. പിച്ചെടുക്കാൻ ഇത് ബസ് സ്റ്റാൻഡ്, ഉത്സവ പറമ്പോ, ബീച്ചോ ഒന്നുമല്ല.